ഹായ് ഓൾ, വെൽക്കം ടു എൻലിവൻ IAS. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. അതിൽ തന്നെ രണ്ടാമത്തത് നമ്മുടെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്ലാനറ്റ്സിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ബോഡീസിനെ കുറിച്ചും, മൂന്നാമത്തേത് നമ്മൾ താമസിക്കുന്ന എർത്തിനെ കുറിച്ചും. എർത്തിൽ തന്നെ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ചാണ്. ഇന്റീരിയർ ഓഫ് അവർ എർത്ത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ NCERT-കളിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളാണ്. നിങ്ങൾക്ക് ദി എർത്ത് ഇൻ ദി സോളാർ സിസ്റ്റം നമ്മുടെ ക്ലാസ് 6-ലെ NCERT ഇതിനു വേണ്ടി റെഫർ ചെയ്യാവുന്നതാണ്. ക്ലാസ് 6-ലെ NCERT ദി എർത്ത് ഇൻ ദി സോളാർ സിസ്റ്റം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇൻസൈഡ് അവർ എർത്ത് ക്ലാസ് 7 NCERT. ഇന്റീരിയർ ഓഫ് അവർ എർത്ത് ക്ലാസ് 11 ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ യൂണിവേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സിസ്റ്റ് ആയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ വലിയ സ്റ്റാർസ് ആവാം, എർത്ത് ആവാം, മൂൺ ആവാം, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഗാലക്സികളാവാം, എന്തിനു വേണമെങ്കിൽ ചെറിയൊരു സബ് അറ്റോമിക് പാർട്ടികൾ വരെയാകാം. അതായത് മെഗാ ക്ലസ്റ്റേഴ്സ് മുതൽ ഒരു ടൈനി സബ് അറ്റോമിക് പാർട്ടികൾ വരെ അടങ്ങുന്ന എക്സിസ്റ്റ് ആയിരിക്കുന്ന എല്ലാം അടങ്ങുന്നതിനെയാണ് നമ്മൾ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും എവരിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു യൂണിവേഴ്സിന് ഒരു ചരിത്രമുണ്ട്. എന്ന് ഈ യൂണിവേഴ്സ് ഉണ്ടായി, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നതിനെ പറ്റി നിരവധി സ്റ്റഡീസും കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം 13.79 ബില്യൺസ് ഇയേഴ്സ് എഗോയാണ് ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ നിരവധിയായിട്ടുള്ള ഗാലക്സീസ് ഉണ്ട്. യൂണിവേഴ്സിൽ തന്നെ നിരവധിയായിട്ടുള്ള ഗാലക്സീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗാലക്സി എത്രയെണ്ണം ഉണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏകദേശം 100 ബില്യൺ ഗാലക്സീസ് ആണുള്ളത്. അത്രയുമാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഓരോ ഉപകരണങ്ങൾക്കും നിരവധിയായിട്ടുള്ള പരിമിതികളുണ്ട്. അതിനനുസരിച്ച് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം ഗവേഷണങ്ങളിലൊക്കെ എല്ലാം പോകുന്നത്. കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഏകദേശം നമ്മുടെ യൂണിവേഴ്സിൽ 100 ബില്യൺ ഗാലക്സീസ് ആണുള്ളത്. ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടാവാൻ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഈ ഒരു തിയറി ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ഒരു യൂണിവേഴ്സ് ഉണ്ടായി എന്ന് ഭൂരിഭാഗമായിട്ടുള്ള ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. ഇതിൽ തന്നെ ഇനി നമുക്ക് ഗാലക്സീസ് എന്താണെന്ന് നോക്കണം. ഗാലക്സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സ്റ്റാർസ്, അതുപോലെ തന്നെ പ്ലാനറ്റ്, ഇവയെല്ലാം ഇപ്പം സ്റ്റാർസ് ആയിക്കോട്ടെ പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഒരു കളക്ഷനെയാണ് നമുക്ക് വേണമെങ്കിൽ ഗാലക്സി എന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. അപ്പം നമ്മൾ താമസിക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റ് എന്ന് പറയുന്ന എർത്താണ്. നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്ന സണ്ണാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്ലാനറ്റുകളും അതുപോലെ തന്നെ സ്റ്റാർസും എല്ലാം ഒരു ഗാലക്സിയിൽ ഉണ്ടാവും. ഇവയെല്ലാം ചേർന്നൊരു സ്ട്രക്ചറാണ് നമുക്ക്
ഗാലക്സീസ് എന്ന് പറയുന്നത്. ഇവയെല്ലാം ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളിലാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗാലക്സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ എ ഗ്രാവിറ്റേഷണൽ പുൾ. അതിൽ തന്നെ നമ്മുടെ എർത്തും സണ്ണും എല്ലാം നിൽക്കുന്ന ഒരു ഗാലക്സിയെ പറയുന്ന പേരാണ് മിൽക്കി വേ, അല്ലെങ്കിൽ നമുക്ക് അതിനെ മലയാളത്തിൽ ഒരു ആകാശഗംഗ എന്നും പറയാൻ പറ്റും. ആകാശഗംഗ എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ഗാലക്സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്പാണ്. സ്പൈറൽ ഷേപ്പിലാണ് ഈ ഒരു ഗാലക്സി നിൽക്കുന്നത് നമുക്ക് പറയാം. അതുപോലെ തന്നെ മിൽക്കി വേക്ക് തൊട്ടടുത്തായിട്ട് ആൻഡ്രോമെഡ എന്ന് പറയുന്ന ഒരു ഗാലക്സി എല്ലാം ഉണ്ട്. ആൻഡ്രോമെഡ എന്ന് പറയുന്ന ഗാലക്സിയും ഒരു സ്പൈറൽ ഷേപ്പാണ്. അപ്പോൾ ഒരു റോ കണക്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഏകദേശം 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് എർത്തിൽ നിന്നും ഈ ഒരു ആൻഡ്രോമെഡ ഗാലക്സിയിലേക്കുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്തരം ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ കണക്കാക്കുന്നത് ലൈറ്റ് ഇയേഴ്സിലാണ്. ഇനി ഈ ഒരു ഗാലക്സിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം യൂണിവേഴ്സ് ആയിരുന്നു, യൂണിവേഴ്സിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഗാലക്സീസ് ഉള്ളത്. അത് കളക്ഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞു. ആ ഗാലക്സിയിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാർസുകളെ നമുക്ക്, സ്റ്റാർസും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്ലാനറ്റ്സുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോഡി വിച്ച് ക്യാൻ എമിറ്റ് ദെയർ ലൈറ്റ്സ്, അതായത് സ്വയം പ്രകാശിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ബോഡികളെയാണ്, അല്ലെങ്കിൽ ഹെവൻലി ബോഡികളെയാണ് നമ്മൾ സ്റ്റാർസ് എന്ന് പറയുന്നത്. അതിനർത്ഥം സ്റ്റാർസുകൾ സ്വയം പ്രകാശിക്കും എന്നുള്ളതാണ്. അതിൽ ബോഡീസ് വിച്ച് ആർ ദെയർ ഓൺ ലൈറ്റ്. ഇപ്പോൾ നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന പ്ലാനറ്റിലെ, അല്ലെങ്കിൽ ഭൂമി ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടത്തില് സ്റ്റാർ എന്ന് പറയുന്ന സണ്ണാണ് സ്വയം പ്രകാശിക്കുന്നത്. സണ്ണിന്റെ ലൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഭൂമിയിൽ വെളിച്ചം ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സോ ദാറ്റ് സ്റ്റാറുകളെല്ലാം സ്വയം പ്രകാശിക്കുന്നവയാണ്. എങ്ങനെയായിരിക്കും ഇവ സ്വയം പ്രകാശിപ്പിക്കുക എന്ന് നമുക്ക് നോക്കാം. അവിടെ പ്രകാശിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബേണിംഗ് പ്രോസസ്സാണ്. ബേണിംഗ് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു സ്റ്റാറുകളെല്ലാം പ്രധാനമായിട്ടും നിർമ്മിക്കപ്പെടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ഗ്യാസസ് ചേർന്നിട്ടാണ്. ഈ ഗ്യാസസിന്റെ ബേണിംഗ് ആണ് നമുക്ക് പ്രകാശമായിട്ട് റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലെല്ലാം പതിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരാറുണ്ട്. അതായത് ഇപ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ യെല്ലോ ലൈറ്റ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ്സും ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ടൈം ബേണിംഗ് ആയിട്ടുള്ള ഒരു ബോഡി ഒന്നുമല്ല. അതിന് നിശ്ചിതമായിട്ടുള്ള കാലാവധി ഉണ്ടായിരിക്കും. ഈവൻ നമ്മൾ സണ്ണിന്റെ കേസ് എടുത്താലും അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു കാലാവധിയുണ്ട്. എങ്ങനെയായിരിക്കും ഒരു സ്റ്റാർസ് ഫോം ചെയ്യുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും അവയുടെ പ്രകാശിക്കാനുള്ള കാലാവധി എല്ലാം ഉണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റാർസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. നമ്മൾ പറഞ്ഞു ഈ സ്റ്റാർസ് എല്ലാം പ്രകാശിക്കുന്നത് അവിടെ ഒരു ബേണിംഗ് പ്രോസസ് നടന്നിട്ടാണ്. അതായത് നിരവധിയായിട്ടുള്ള ഗ്യാസസ് ചേർന്നതിന് ശേഷമാണ് ഇത്തരം ഒരു സ്റ്റാർസ് എല്ലാം രൂപീകൃതമാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഈ ഒരു ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസസ് എല്ലാം ഹോൾഡ് ടുഗദർ, അവയെല്ലാം ഒരു ഗ്രാവിറ്റേഷൻ പുള്ള് വെച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ, അതായിരിക്കും ആദ്യമായിട്ടുണ്ടാകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് നെബുല.
ഇപ്പോൾ നമുക്ക് സിമ്പിൾ ടേംസിൽ നഴ്സറി ഫോർ ന്യൂ സ്റ്റാർസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഉണ്ടാവുന്നതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്നൊക്കെ പറയാം. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ നെബുലയിൽ തന്നെ ചില കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ഷ്രിങ്കേജസ് സംഭവിക്കും. സോ ദാറ്റ് ആ ഒരു ബോഡിയുടെ ഡെൻസിറ്റി അത് കൂടുതലായിട്ട് ഡെൻസർ ആവാനായിട്ട് തുടങ്ങും. ഈ ഒരു കണ്ടീഷനിൽ എത്തുമ്പോഴാണ് അതിനെ നമ്മൾ പ്രോട്ടോസ്റ്റാർസ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് ആയിരുന്നു. അതിനെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അതിനെ നമ്മൾ നെബുല എന്ന് പറയുന്നു. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു നെബുല ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ പ്രോട്ടോസ്റ്റാർസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ ബേണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ഫ്യൂഷൻ റിയാക്ഷനെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം സണ്ണിന്റെ കാര്യം എടുത്താൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഫ്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷന്റെ പാർട്ടായിട്ടാണ് നമുക്ക് ഭൂമിയിലെല്ലാം പ്രകാശം ആസ് എ റിഫ്ലക്ട് എന്നൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് എന്ന് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ബേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഫ്യൂഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വാതകങ്ങളെല്ലാം കത്തിത്തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ബേണിംഗ് അല്ലെങ്കിൽ ഒരു പ്രതിഭാസം തീർച്ചയായിട്ടും അത്തരം ബോഡീസിൽ ഉണ്ടാവില്ല. ഈ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ സ്റ്റാർസിന്റെ ഒരു ഡെത്ത് സ്റ്റേജ് എന്നതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഡെത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർസിനെ പറയാൻ പറ്റുന്നത് ഡാർഫ് സ്റ്റാർ എന്നാണ്. ഡാർഫ് സ്റ്റാർ. പിന്നീട് അതിന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ഇങ്ങനെയാണ് ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ പോകുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ് ആണ്. അതിനെ നമ്മൾ നെബുല എന്ന് പറയും. വീണ്ടും അതിനകത്തൊരു കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഷ്രിങ്കിങ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ വരും. അതിനെ നമ്മൾ പ്രോട്ടോസ്റ്റാർസ് എന്ന് പറയും. ആ ഒരു സ്റ്റേജിൽ അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് തേർഡ് സ്റ്റേജിൽ ഒരു പ്രോട്ടോസ്റ്റാർസ് എല്ലാം ബേണിംഗ് പ്രോസസ്സിലേക്ക് പോകും. പ്രധാനമായിട്ടുള്ള വാതകം എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആണ്. അവിടെ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടന്നതിന് ശേഷം ഒരു ബേണിംഗ് റിയാക്ഷൻ അല്ലെങ്കിൽ ബേണിംഗ് ആക്ഷൻ നടക്കുകയും അത് സ്വയം പ്രകാശിക്കുകയും ചെയ്യും. ഫോർത്ത് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്യാസസ് എല്ലാം കത്തിത്തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അതിന് സ്വയം കത്താനുള്ള കഴിവില്ലാതാവുകയാണ്. നമുക്ക് അതൊരു സ്റ്റാറിന്റെ ഡെത്ത് സ്റ്റേജ് എന്ന് പറയാം. അതിനെ ഒരു ഡാർക്ക് സ്റ്റാർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഡാർക്ക് സ്റ്റാർ എന്ന് പറയാൻ പറ്റും. ഡാർക്ക് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ഇല്ലാതായിരിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ ഡാർക്ക് സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ സണ്ണിന്റെ കാര്യവും. സൺ ഒരു കാലത്ത് ഈ ഒരു ബേണിംഗ് പ്രോസസ്സിലേക്ക് എത്തി. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂഷൻ ഇല്ലാതാവും. അതിനുശേഷം നമ്മുടെ സണ്ണും ഒരു ഡാർക്ക് സ്റ്റാർ ആയിട്ട് തന്നെ മാറുന്നതായിരിക്കും. ഇതാണ് സ്റ്റാറുകൾ. ഇനി നമുക്ക് പറയാനുള്ളത് കോൺസ്റ്റലേഷൻസിനെ കുറിച്ചാണ്. Then കോൺസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഗാലക്സീസിൽ ഒരുപാട് സ്റ്റാറുകളുണ്ട്. ഇത്തരം സ്റ്റാറുകളെല്ലാം മേ ബി നമ്മൾ രാത്രിയിൽ ആകാശത്തോട്ട് നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകളിൽ ഇത്തരം സ്റ്റാർസുകളെ കാണാൻ പറ്റും. ഇത്തരം ഇമാജിനറി ഷേപ്പ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് which makes imaginary shape in the sky. ഇതിനാണ് നമ്മൾ കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. ഇത് പ്രധാനമായിട്ടും പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്
കടലിലൂടെ നാവിഗേറ്റ് ചെയ്ത വെസൽസിലായിരുന്നു. അതായത് ഇവർക്ക് ഈ ഒരു സ്റ്റാർസിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. നമുക്ക് അതിന് പ്രധാനമായിട്ടും ഓറിയോൺ, ബിഗ് ഡിപ്പർ, ഗ്രേറ്റ് ബീർ അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കോൺസ്റ്റലേഷൻസ് പല ഷേപ്പുകളിലും രാത്രി കാലങ്ങളിൽ നമ്മൾ ഇത്തരം സ്റ്റാർസിനെ എല്ലാം കാണാറുണ്ട്. ഇനി അപ്പോൾ നമ്മൾ സ്റ്റാർസ് പറഞ്ഞു, എന്താണ് കോൺസ്റ്റലേഷൻസ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഈ സ്റ്റാറിൽ നമ്മൾ പറഞ്ഞു മിൽക്കി വേ ഗാലക്സിയിലാണ് നമ്മുടെ ഭൂമി ഉൾപ്പെട്ട പ്ലാനറ്റ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനറ്റ്സുകളിലെ നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്നത് സൺ ആണ്. മിൽക്കി വേ ഗാലക്സിയിലെ ഒരു സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സണ്ണിനെ പറ്റി പറയാം. നമ്മൾ സ്റ്റാർസിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഒരു ഫ്യൂഷൻ, ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ കാരണമാണ് അവിടെ ഒരു ബേണിംഗ് ഓഫ് ഗ്യാസസ് നടക്കുന്നതും ഈ ഒരു ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നതും എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു. സ്റ്റാർസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതിൽ സണ്ണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ള ഗ്യാസസ് ആണുള്ളത്. പ്രധാനമായിട്ടും സണ്ണിൽ ഹൈഡ്രജൻ ആണ് 70% ഉള്ളത്, ഹീലിയം 26.5%, അതുപോലെ തന്നെ അതർ ഗ്യാസസ് അറൌണ്ട് 3.5% ആണുള്ളത്. ഭൂമിയിൽ നിന്നും അതുപോലെ സണ്ണിലേക്കുള്ള ഏകദേശം ദൂരം എന്ന് പറയുന്നത് അറൌണ്ട് 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ സണ്ണിൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏകദേശം 8 മിനിറ്റ് ആണ് ടൈം എടുക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞു സൂര്യനിൽ നടക്കുന്നത് ഒരു ഫ്യൂഷൻ റിയാക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ലൈറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, 26.5, ഹീലിയം ആണ്, അതർ ഗ്യാസ് 3.5% ആണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സണ്ണിൽ നിരവധിയായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇത്തരം ഹൈഡ്രജൻ ആറ്റംസ് പരസ്പരം ഫ്യൂഷൻ നടക്കും, അല്ലെങ്കിൽ പരസ്പരം കൂടിച്ചേരും. ഈ ഒരു കൂടിച്ചേർന്നതിന് ശേഷം ഇത് ഹീലിയമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് ഹൈഡ്രജൻ ആറ്റംസ്, നിരവധിയായിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തതിന് ശേഷം അത് ഹീലിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഹീലിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ബേണിംഗ്, അതുപോലെ തന്നെ ലൈറ്റ് എനർജി എമിഷൻ ഉണ്ടാകുന്നത്. എപ്പോഴാണോ ഈ സണ്ണിലുള്ള ഇത്തരം ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീലിയമായിട്ട് കൺവേർട്ട് ആവുന്നത്, അതോടുകൂടി നമ്മുടെ സൺ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് സ്റ്റാർ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഈ ഒരു സണ്ണിലെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ സ്റ്റാർസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ മിൽക്കി വേ ഗാലക്സിയെ കുറിച്ച് പറഞ്ഞു, അത് നമ്മുടെ സ്റ്റാറായ സണ്ണിനെ കുറിച്ചും പറഞ്ഞു. ഇനി എന്താണ് ഒരു സോളാർ സിസ്റ്റം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറായ സണ്ണും അതിനോടൊപ്പമുള്ള നിരവധി പ്ലാനറ്റ്സും മറ്റുള്ള ബോഡീസും ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റാറായ സണ്ണും അതിനെ ചുറ്റുന്ന നിരവധിയായിട്ടുള്ള പ്ലാനറ്റ്സും മറ്റുള്ള ബോഡികൾ, അത് നിരവധിയായിട്ടുള്ള ബോഡീസും ചേർന്നതാണ് ഒരു സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു പ്ലാനറ്റ്സ്, അതിനെപ്പറ്റി നമുക്ക് നോക്കാം.
പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ വാൻഡറേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. പ്ലാനറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയിംലെസ് ആയിട്ട് ചുറ്റുന്ന ബോഡീസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 8 പ്ലാനറ്റുകളാണുള്ളത്. കുറച്ചു നാൾ മുമ്പ് 9 പ്ലാനറ്റ്സ് ആയിരുന്നു. അതിൽ നിന്നും പ്ലൂട്ടോ ഔട്ടായതോടുകൂടി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മൊത്തം 8 പ്ലാനറ്റുകളാണുള്ളത്. 8 പ്ലാനറ്റുകളെ നമുക്ക് 8 പ്ലാനറ്റിനും അതിൻ്റെതായിട്ടുള്ള ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. നമുക്കിനി ഈ ഇത്തരം പ്ലാനറ്റുകളെ കുറിച്ചൊന്ന് നോക്കാം. ഇത് പ്ലാനറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്ലാനറ്റുകൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ദീസ് പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദി സൺ എന്ന് നമുക്ക് മൂവ് അറൌണ്ട് ദി സൺ അല്ലെങ്കിൽ റിവോൾവ് അറൌണ്ട് ദി സൺ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും. ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ദാറ്റ് നമുക്ക് പറയാൻ പറ്റും പ്ലാനറ്റ്സ് എല്ലാം ഒരു ഫിക്സഡ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സണ്ണിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി നമുക്ക് ഈ പ്ലാനറ്റിനകത്ത് തന്നെ ടെറസ്ട്രിയൽ പ്ലാനറ്റും അതുപോലെ തന്നെ ജോവിയൻ പ്ലാനറ്റും എന്താണെന്ന് നോക്കാം. ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെൻസ് ആയിട്ടുള്ള റോക്കി ബോഡീസിനെയാണ് നമ്മൾ വളരെ ഡെൻസ് ആയിട്ടുള്ള റോക്കി ബോഡീസ് ഉള്ള പ്ലാനറ്റ്സിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എർത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഡെൻസ് ആയിട്ടുള്ള റോക്കി ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മുടെ എർത്തിനുള്ളത്. സോ ദാറ്റ് എർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്ന് നമുക്ക് ഈ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റിനെ പറയാൻ പറ്റും. ഈ ഒരു എർത്ത് ലൈക്ക് പ്ലാനറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 പ്ലാനറ്റുകളാണ് മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ഇത് ഈ 4 പ്ലാനറ്റുകളെയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ജോവിയൻ പ്ലാനറ്റുകളാണ്. ജോവിയൻ പ്ലാനറ്റുകൾ നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസ് റോക്കി ആയിട്ടുള്ള ബോഡി ആയിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. പക്ഷേ ജോവിയൻ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗേഷ്യസ് കോമ്പോസിഷൻ ആണ്. ഒരു ഡെൻസ് റോക്കി ആയിട്ടുള്ള സ്ട്രക്ചറിനേക്കാൾ ഉപരി അവിടെ ഒരു ഗേഷ്യസ് കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു പ്ലാനറ്റുകളെല്ലാം വളരെ ജൈജാന്റിക് ആയിരിക്കും, വളരെ വലുതായിരിക്കും. പക്ഷേ ഇവിടെ കൂടുതലും ഒരു ഗേഷ്യസ് കോമ്പോസിഷൻ ആണ് ഉണ്ടാവുക. ഇത്തരം പ്ലാനറ്റുകളെ നമ്മൾ ജോവിയൻ പ്ലാനറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ജോവിയൻ മീൻസ് ജൂപ്പിറ്ററിനെ പോലെ ഇരിക്കുന്ന പ്ലാനറ്റുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എർത്ത് ലൈക്ക് എന്ന് പറഞ്ഞില്ലേ, അതേ കണക്ക്. അപ്പോൾ ജോവിയൻ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇത് 4 നമ്മുടെ ജോവിയൻ പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ജോവിയൻ പ്ലാനറ്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഓരോ പ്ലാനറ്റിനെയും കുറിച്ചും അറിയണം. ആദ്യത്തെ നമ്മൾ പോകാൻ പോകുന്നത് മെർക്കുറിയെ കുറിച്ച് അറിയാനാണ്. First one is Mercury. പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പ്ലാനറ്റ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആണ് മെർക്കുറി എന്ന് പറയുന്നത്. സ്മോളസ്റ്റ്
planet in our solar system. ഇതിന്റെ ഒരു വലിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആയ മൂണിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിൽ ഏറ്റവും ചെറിയ പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഈ ഒരു മെർക്കുറിയിൽ നിന്നും സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 58 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അവിടുത്തെ ഒരു ഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലും ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട്, ഡേയും നൈറ്റും ഉണ്ടാകുന്നുണ്ട്. അത് ഏകദേശം 24 മണിക്കൂറുകളാണ് എടുക്കുന്നത് ആ ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടിയിട്ട്. അതിനകത്ത് 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് വരുന്ന സമയത്ത് 12 മണിക്കൂർ ഡേയും 12 മണിക്കൂർ നൈറ്റുമാണ് വരുന്നത്. മെർക്കുറിയിലെ ഒരു ഡേ എന്ന് പറയുന്നത് ഏകദേശം 59 എർത്ത് ഡേയ്സിന് ഈക്വൽ ആണ്. ഏകദേശം 59 എർത്ത് ഡേയ്സ് ചേർന്നതാണ് മെർക്കുറിയിലെ ഒരു ഡേ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മെർക്കുറി എന്ന് പറയുന്നത് ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്. സോ ദാറ്റ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് റോക്കി സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ്സ് എ റോക്കി പ്ലാനറ്റ് ഓർ ടെറസ്ട്രിയൽ പ്ലാനറ്റ്. മെർക്കുറിക്ക് ഒരു തിന്നായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണുള്ളത്. പ്രധാനമായിട്ടും ഓക്സിജൻ, സോഡിയം, ഹൈഡ്രജൻ, ഹീലിയം, പൊട്ടാസ്യം എന്നീ വാതകങ്ങളുടെയും മൂലകങ്ങളുടെയും എല്ലാം എവിഡൻസസ് നമുക്ക് ഈ ഒരു മെർക്കുറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇവയെല്ലാം മെർക്കുറിയിൽ പ്രസന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള മിഷൻസ് നമ്മുടെ മെർക്കുറിയിലോട്ട് നടക്കുന്നുണ്ട്. ഇപ്പം മാരിനർ 10 എന്ന് പറയുന്ന മിഷൻ ആയാലും 1974 മാരിനർ 10 എന്ന് പറയുന്ന മിഷൻ ആയാലും അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്ന് പറയുന്ന മിഷൻ ആയാലും മെർക്കുറിയെ പറ്റി പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ച മിഷൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഏറ്റവും സൂര്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഡേ ടൈം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 430 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നൈറ്റിൽ അറൌണ്ട് -180 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടായിരിക്കുക. ഡേ ടൈമിൽ 430 ഡിഗ്രി സെൽഷ്യസിനും നൈറ്റിൽ -180 ഡിഗ്രി സെൽഷ്യസും. ആ ഒരു ടെമ്പറേച്ചറിനകത്ത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള വേരിയേഷൻ ആയിരിക്കും ഈ ഒരു മെർക്കുറി എന്ന് പറയുന്ന പ്ലാനറ്റിൽ ഉണ്ടായിരിക്കുക. അടുത്ത പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ് ആണ്. വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് നമ്മുടെ എർത്തിനെയും കാട്ടിൽ കുറച്ച് സ്മാളർ ആണ്, ലിറ്റിൽ സ്മാളർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വീനസിലെ ഒരു ദിവസം 1 ഡേ എന്ന് പറയുന്നത് ഭൂമിയിൽ ഏകദേശം 243 ഡേയ്സിന് ഈക്വൽ ആണ്. വീനസിലെ ഒരു ഡേ എന്ന് പറയുന്നത് എർത്തിലെ ഏകദേശം 243 ഡേയ്സിന് ഈക്വൽ ആണ്. നമ്മൾ പറഞ്ഞതാണ് വീനസ് എന്ന് പറയുന്നത് ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്. സോ ദാറ്റ് ഇതൊരു റോക്കി സ്ട്രക്ചറുള്ള പ്ലാനറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇവിടെ വോൾക്കാനിക് ലാൻഡ്സ്കേപ്സ് കാണാനായിട്ട് പറ്റും. വോൾക്കാനിക് ലാൻഡ്സ്കേപ്സ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ നൈട്രജൻ,
ദെൻ സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്ലെറ്റ്സിന്റെ ഒക്കെ പ്രസൻസ്, അല്ലെങ്കിൽ ക്ലൗഡ്സിനകത്ത് സൾഫ്യൂരിക് ആസിഡിന്റെ ഡ്രോപ്ലെറ്റ്സിന്റെ പ്രസൻസ് എല്ലാം നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. നിരവധിയായിട്ടുള്ള മിഷൻസ് എല്ലാം നമ്മൾ വീനസിലേക്ക് നടത്തിയിട്ടുണ്ട്. മീൻസ് വേൾഡിന്റെ പല ഭാഗത്ത് നിന്നും. അതിനകത്ത് 1990s മാഗല്ലൻ മിഷൻസ് ആയാലും ബാക്കിയുള്ള മിഷൻസ് ആയാലും ഈ ഒരു വീനസിന്റെ സ്ട്രക്ചറിനെ പറ്റിയെല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ്. അവിടുത്തെ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൌണ്ട് 48 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും എക്സിസ്റ്റ് ആവാത്ത ഒരു കാര്യം തന്നെയാണ്. 48 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ഹയർ ടെമ്പറേച്ചർ. മറ്റൊരു വീനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ റൊട്ടേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വീനസിന്റെ റൊട്ടേഷൻ വരുന്നത്. എർത്തിന്റെ റൊട്ടേഷൻ അനുസരിച്ച് നമ്മുടെ സണ്ണ് റൈസ് ചെയ്യുന്നത് ഈസ്റ്റിലും അതുപോലെ തന്നെ സണ്ണ് സെറ്റ് ചെയ്യുന്നത് വെസ്റ്റിലുമാണ്. കിഴക്ക് ഉദയം, പടിഞ്ഞാറ് അസ്തമയം. പക്ഷെ വീനസിന്റെ റൊട്ടേഷൻ ഇതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ സണ്ണ് റൈസ് ചെയ്യുന്നത് വെസ്റ്റിലും സെറ്റ് ചെയ്യുന്നത് ഈസ്റ്റിലുമായിരിക്കും. ഉദയവും അസ്തമയം തിരിച്ചുള്ള ദിശകളിലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്താണ്. എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നും അടുത്ത് നിൽക്കുന്നതിൽ ഏറ്റവും മൂന്നാമത്തെ പ്ലാനറ്റ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. നമ്മുടെ എർത്തിലെ ഒരു ഡേ എന്ന് പറയുന്നത് 24 hours ആണ്. അതായത് എർത്തിന് ഒരു തവണ സ്പിന്ന് ചെയ്യാൻ വേണ്ടുന്ന സമയമാണ് നമ്മൾ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എർത്ത് ഡേ എന്ന് പറയുന്നത്. എർത്തിന്റെ ഗ്യാസസിന്റെ അതുപോലെ തന്നെ മൂലകങ്ങളുടെയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എർത്തിൽ 78% നൈട്രജൻ ആണ്, 21% ഓക്സിജനും 1% അതർ ഗ്യാസസുമാണ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഒരു ലിവിങ് കണ്ടീഷൻ കൊടുക്കുന്നത്, ബെറ്റർ ഫോർ ലിവിങ്. അതുപോലെ തന്നെ ഈ ഒരു സോളാർ സിസ്റ്റത്തിലെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്താണ്. എർത്തിന്റെ കാര്യം നമുക്കറിയാം. എർത്തിന് ഒരു മൂണാണുള്ളത്. മീൻസ് ഒരു സാറ്റലൈറ്റ് ആണ്, നാച്ചുറൽ സാറ്റലൈറ്റ് ആണുള്ളത്, അത് മൂണാണ്. പിന്നീട് പറയാനുള്ളത് എർത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ മെറ്ററോയിഡ്സ് അല്ലെങ്കിൽ മീറ്ററോയിഡ്സിന്റെ ഒക്കെ അറ്റാക്സിൽ നിന്ന് നമ്മുടെ ഭൂമിയെ കംപ്ലീറ്റ് ആയിട്ട് രക്ഷിക്കുന്നതെന്ന് പറയാം. ഈ ഒരു കംപ്ലീറ്റ് പ്ലാനറ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എർത്തിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. അടുത്തത് മാർസിനെ കുറിച്ചാണ് പറയുന്നത്. മാർസ് എന്ന് വെച്ചാൽ സണ്ണിൽ നിന്നും ഡിസ്റ്റൻസ് വരുന്നതിൽ ഏറ്റവും നാലാമത്തെ അല്ലെങ്കിൽ 4th പ്ലാനറ്റ് എന്ന് നമുക്ക് പറയാം. സൂര്യനിൽ നിന്നും മാർസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 278 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. മാർസിലെ ഒരു ഡേ എന്ന് പറയുന്നത് ഏകദേശം 24 മണിക്കൂറുമായിട്ട് ബന്ധപ്പെട്ട് വരും. 27 മണിക്കൂറിനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കും. അതായത് നമ്മുടെ എർത്ത് ഡേയുമായിട്ട് ഏകദേശം അടുത്ത് വരുന്ന ഒരു ഡേ സിസ്റ്റമാണ് മാർസിനകത്തും ഉള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഒരു റൊട്ടേഷനും ഒരു സെയിം കൈൻഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മാർസ് എന്ന് പറയുന്നത് ഒരു റോക്കി പ്ലാനറ്റ് ആണ്, അതായത് ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ
ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മൾ വീനസിൽ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾക്കാനോസും അതുപോലെ തന്നെ ക്രസ്റ്റൽ മൂവ്മെന്റും കാര്യങ്ങളെല്ലാം ഈ ഒരു മാർസിനകത്തും കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ നൈട്രജൻ, അതുപോലെ തന്നെ ആർഗൺ, ഇവയുടെ എല്ലാം പ്രസൻസ് മാർസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലുണ്ട്. മാർസിന് 2 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണുള്ളത്. 2 നാച്ചുറൽ സാറ്റലൈറ്റ്സ്. പേരെന്ന് പറയുന്നത് ഒന്ന് ഫോബോസ്, രണ്ടാമത്തേത് ഡെയ്മോസ്. അപ്പോൾ എർത്തിന് 3 എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാർസിന് 2 നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, ഫോബോസ് ആൻഡ് ഡെയ്മോസ്. മാർസിലേക്ക് നിരവധി മിഷൻസ് നമ്മുടെ എർത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മിഷൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. മാർസിനെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് റെഡ് പ്ലാനറ്റ് എന്നാണ്. അതിന് റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്തെ അയൺ മിനറൽസിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഈ ഒരു അയൺ മിനറൽസ് ഒരു ഓക്സിഡേഷൻ സ്റ്റേജിലേക്ക് പോയിട്ട് അവിടെ മൊത്തത്തിൽ ഒരു റെഡ് കളർ ആയിരിക്കും കൊടുക്കുന്നത്. സോ ദാറ്റ് ഈ ഒരു മാർസിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടാറുണ്ട്. അടുത്ത പ്ലാനറ്റ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ സണ്ണിൽ നിന്നും അടുത്ത ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു 5ാമത്തെ സ്ഥാനത്തായി അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഏകദേശം 778 മില്യൺ കിലോമീറ്റർ എന്നാണ് സണ്ണിൽ നിന്നും ജൂപ്പിറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിന്റെ 1 ഡേ എന്ന് പറയുന്നത് എർത്ത് ഡേയിലെ ജസ്റ്റ് 10 hours ആണ്. അതായത് എർത്തിലെ 10 hours കൊണ്ട് ജൂപ്പിറ്ററിൽ ജൂപ്പിറ്റർ ഒരു റൊട്ടേഷൻ ചെയ്യും, അല്ലെങ്കിൽ 1 ഡേ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ജൂപ്പിറ്റർ ഇറ്റ്സ് എ ജോവിയൻ പ്ലാനറ്റ്. ടെറസ്ട്രിയൽ അല്ല, ജോവിയൻ പ്ലാനറ്റ് മീറ്റ് അവിടെ കൂടുതലായിട്ടും ഗേഷ്യസ് കണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ഹ്യൂജ് ജൈജാന്റിക് കൈൻഡ് ഓഫ് പ്ലാനറ്റ് ആണ്. പ്ലാനറ്റ്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള ജൂപ്പിറ്റർ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1300ഓളം എർത്തിനെ നമ്മൾ ജൂപ്പിറ്ററിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. അത്രത്തോളം വലിപ്പമുണ്ട് ഈ ഒരു ഗേഷ്യസ് ജോവിയൻ പ്ലാനറ്റ് ആയ ജൂപ്പിറ്ററിന്. ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലും കാണപ്പെടുന്ന ഗേഷ്യസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയം ആണ്. ജൂപ്പിറ്ററിൽ ഇതുവരെ കണ്ടെത്തിയതിൽ ഏകദേശം 50ഓളം നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണുള്ളത്, അതായത് മൂൺസ് ആണുള്ളത്. 500 അല്ല, ഏകദേശം 50ഓളം നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണുള്ളത് ഇതുവരെ കണ്ടെത്തിയതിൽ. 17ഓളം നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഇത് 50 എണ്ണം കൂടാതെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു കൺഫർമേഷൻ ഇതുവരേക്കും കിട്ടിയിട്ടില്ല. അപ്പം ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 67 മൂൺസ് അല്ലെങ്കിൽ 67 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണ് ജൂപ്പിറ്ററിനുള്ളതെന്ന് നമുക്ക് പറയാം. ജൂപ്പിറ്ററിലോട്ടും നിരവധിയായിട്ടുള്ള മിഷൻസ് ഉണ്ട്. അതിനകത്ത് 1979 നടന്ന വോയേജർ 1 എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിട്ടാണ് ഒരു ഫെയിൻ റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ ജൂപ്പിറ്ററിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അടുത്ത പ്ലാനറ്റ് എന്ന് പറയുന്നത് സാറ്റേൺ ആണ്. 6th പ്ലാനറ്റ് ആണ്. സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഏകദേശം 1.4 ബില്യൺ കിലോമീറ്റർ ആണ് സണ്ണിൽ നിന്നും സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു സാറ്റേണിലെ ഒരു ദിവസം എന്ന് പറയുന്നത് 10.7 hours ഓഫ് എർത്ത് ആണ്. അതായത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ ഏകദേശം 10.7 hours എടുക്കുന്നുള്ളൂ. എർത്ത് ആ സ്ഥാനത്ത് 24 hours എടുക്കുന്നുണ്ടെന്നാണ്. അതായത് ജൂപ്പിറ്ററിനെക്കാട്ടിൽ സമയം കൂടുതലാണ് സാറ്റേണിന്റെ ഒരു റൊട്ടേഷന് വേണ്ടിയിട്ട്. സാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ജോവിയൻ പ്ലാനറ്റ് ആണ്. ഗേഷ്യസ് പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് ജൈജാന്റിക് പ്ലാനറ്റ് ആണ്. ഇവിടെ പ്രധാനപ്പെട്ട കാണപ്പെടുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവും തന്നെയാണ്. ഇപ്പോൾ ഇതിന്റെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ്റേണിന് 53ഓളം ആർട്ടിഫിഷ്യൽ
നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അത് കൂടാതെ 9 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഡിസ്കവറി കഴിഞ്ഞു, അതിന്റെ കൺഫർമേഷന് വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഏകദേശം 62 നാച്ചുറൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ മൂൺസ് ആണ് നമ്മുടെ സാറ്റേണിനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് യുറാനസ് ആണ്. യുറാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൽ നിന്നും 7th ആയിട്ട് കാണപ്പെടുന്ന പ്ലാനറ്റ് ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് സൺ ടു യുറാനസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.9 ബില്യൺ കിലോമീറ്റേഴ്സ് ആണ്. യുറാനസിലെ 1 ഡേ എന്ന് പറയുന്നത് 17 hours ഓഫ് എർത്ത് ഡേ ആണ്. അതായത് 24 hours ആണ് നമ്മുടെ എർത്തിലെ 1 ഡേ എങ്കിൽ യുറാനസിൽ അത് 17 hours ആണ്. അതായത് ഒറ്റ റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 17 മണിക്കൂർ മാത്രം മതി. അതുപോലെ തന്നെ ഇതൊരു ജോവിയൻ പ്ലാനറ്റ് ആണ്. ഗേഷ്യസ് കണ്ടൻസ് ആയിരിക്കും കൂടുതൽ, ജൈഗാന്റിക് പ്ലാനറ്റ്സ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഐസ് പ്ലാനറ്റ് എന്നറിയപ്പെടാറുണ്ട്. ഐസ് പ്ലാനറ്റ്, അതായത് ഇതിന്റെ 80% കോണ്ടൻസും ഐസി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഐസി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വാട്ടർ, അതുപോലെ തന്നെ മീത്തൈൻ ആൻഡ് അമോണിയ. ഇതിന്റെ മൂന്നിന്റെ പ്രസൻസും ഈ ഒരു പ്ലാനറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും. വാട്ടർ, അതുപോലെ തന്നെ അമോണിയ, ദെൻ അതുപോലെ മീത്തൈൻ. ഇതിന്റെ മൂന്നിന്റെയും ഒരു പ്രസൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിന്റെ ഇന്നർ കോറിൽ ഏറ്റവും അകത്ത് ഒരു റോക്കി സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും. യുറാനസിൽ ഉള്ള നാച്ചുറൽ സാറ്റലൈറ്റുകൾ 27 എണ്ണമാണ്. 27 നാച്ചുറൽ സാറ്റലൈറ്റുകളാണ് യുറാനസിനുള്ളത്. അതുപോലെ തന്നെ യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റിന് ഔട്ടറിൽ ഏകദേശം 13 റിങ്സും കാണാൻ പറ്റും, പ്ലാനറ്റിന് ചുറ്റും കാണാനായിട്ട് പറ്റും. യുറാനസ് എന്ന് പറയുന്ന പ്ലാനറ്റിൽ ലൈഫ് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അടുത്ത പ്ലാനറ്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ്. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ്, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാസ്റ്റ് ഡിസ്റ്റൻസിലുള്ള പ്ലാനറ്റ്, അല്ലെങ്കിൽ ഒരു 8 ഡിസ്റ്റൻസിലുള്ള പ്ലാനറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സണ്ണിൽ നിന്നും ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അറൌണ്ട് 4.5 ബില്യൺ കിലോമീറ്റേഴ്സ് ആണ്. നെപ്റ്റ്യൂണിലെ ഒരു ഡേ എന്ന് പറയുന്നത് അറൌണ്ട് 16 hours ആണ്. അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 16 മണിക്കൂറാണ് എടുക്കുന്നത്. ഇതും ഒരു ഐസി പ്ലാനറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യുറാനസ് പോലെ തന്നെ നെപ്റ്റ്യൂൺ ഒരു ഐസി ആയിട്ടുള്ള പ്ലാനറ്റ് ആണ്. ഇവിടെയും നമുക്ക് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും മീത്തൈന്റെയും എവിഡൻസസ്, അല്ലെങ്കിൽ അത്തരം ഗ്യാസസിന്റെ എവിഡൻസസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നെപ്റ്റ്യൂണിന് മൊത്തത്തിൽ 13 നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 13 മൂൺസ് ആണുള്ളത്. ഗ്രീക്ക് മൈത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് ആയിട്ടുള്ള ഗോഡ്സിന്റെ നെയിംസ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നെപ്റ്റ്യൂണിന് 6 റിങ്ങുകളാണ് ഈ പ്ലാനറ്റിന് ചുറ്റും ഉള്ളത്. 6 റിങ്ങുകളാണുള്ളത്. യുറാനസിൽ നമ്മൾ 13 റിങ്സ് ആണ് പറഞ്ഞത്. നെപ്റ്റ്യൂണും ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് അല്ല. ഇത്രയുമാണ് നമ്മുടെ കംപ്ലീറ്റ് പ്ലാനറ്റുകൾ എന്ന് പറയുന്നത്. നമ്മളെ എല്ലാ പ്ലാനറ്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ അറിയേണ്ടത് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയ മൂണിനെ കുറിച്ചാണ്. എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആയ മൂൺ എർത്തിൽ നിന്നും ഏകദേശം 3,84,000 കിലോമീറ്ററിലാണ്
സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ചാന്ദ്രയാൻ 3 മിഷന്റെ പല കാര്യങ്ങൾ പറയുന്ന ടൈം പീരീഡിൽ ഇതിന്റെ ഡിസ്റ്റൻസും ആ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയെല്ലാം നമ്മൾ മനസ്സിലാക്കിയത്. മൂൺ ഒരു തവണ എർത്തിനെ വലം വയ്ക്കാനായിട്ട് ഏകദേശം 27.32 എർത്ത് ഡേയ്സ് ആണ് എടുക്കുന്നത്. അതായത് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. അതേപോലെ തന്നെ മൂണും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 27.32 എർത്ത് ഡേയ്സ്, അറൗണ്ട് 28 ഡേയ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അത് സ്പിൻ ചെയ്യുന്നുണ്ട്. ഇത് മൂണെന്ന് പറയുന്നത് നമ്മുടെ പല മിഷൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ സ്റ്റഡീസ് എല്ലാം വന്നതാണ്. ഇറ്റ്സ് എ റോക്കി സ്ട്രക്ചർ ആണ്, സോളിഡ് സർഫസ് ആണ്. ദെൻ അതുപോലെ തന്നെ മൂണിനകത്ത് നമ്മൾ ഇത് വാട്ടറിന്റെ എവിഡൻസസ് കണ്ടെത്തിയിട്ടുണ്ട്. വാട്ടറിന്റെ എവിഡൻസസ് കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യ അയച്ച മിഷൻസിൽ നിന്നുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതുവരേക്കും ഏകദേശം 12ഓളം ഹ്യൂമൻ ബീയിങ്സ് മൂണിന്റെ സർഫസിൽ കൂടെ വോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദെൻ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആസ്ട്രോയിഡ്സിനെ കുറിച്ചാണ്. ആസ്ട്രോയിഡ്സ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ചെറിയ മൈനർ പ്ലാനറ്റുകളെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. മൈനർ പ്ലാനറ്റ്സ്. ഈ മൈനർ പ്ലാനറ്റ്സുകളെല്ലാം സോളിഡ് റോക്കി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സോളിഡ് ആൻഡ് റോക്കി സ്ട്രക്ചർ വിത്ത് ഇറഗുലർ ഷേപ്സ് ഓർ ഇറഗുലർ ബോഡീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നമ്മുടെ പ്ലാനറ്റ്സിലൊക്കെ പലതിനും അറ്റ്മോസ്ഫിയേഴ്സ് ഉണ്ട്, പക്ഷേ ആസ്ട്രോയിഡ്സിന് ഒരിക്കലും അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റ്സിന് പലതിനും റിങ്സ് ഉണ്ട്. ആസ്ട്രോയിഡ്സിന് ഒരിക്കലും ഇത്തരം റിങ്സോ ഒരിക്കലും ഉണ്ടാവില്ല. ആസ്ട്രോയിഡ്സിനകത്ത് ഒരിക്കലും ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആസ്ട്രോയിഡ്സിന് ലൈഫ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നീട് വരുന്നതാണ് കോമറ്റ്സ്. കോമറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോസ്മിക് ഫ്രോസൺ സ്നോബോൾ. ഓഫ് ഗ്യാസസ്, അതുപോലെ തന്നെ റോക്ക് അല്ലെങ്കിൽ ഡസ്റ്റ്. അന്തരീക്ഷത്തിൽ കാണുന്ന റോക്കിന്റെയോ ഡസ്റ്റിന്റെയോ ഗ്യാസിന്റെയോ ഒക്കെ ഒരു ഫ്രോസൺ സ്നോബോളിനാണ് നമ്മൾ കോമറ്റ്സ് എന്ന് പറയുന്നത്. ഈ കോമറ്റ്സ് ഒരു ഫ്രോസൺ കണ്ടീഷൻസ് ആണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ ഇത് സണ്ണിനടുത്തേക്ക് എത്തുകയും വാം ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ അറ്റ്മോസ്ഫിയറിന് മേ ബി കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ലാർജ് കിലോമീറ്റർ, ഹ്യൂജ് കിലോമീറ്റേഴ്സ് വരെ വലുതായിരിക്കാം എന്ന് പല സ്റ്റഡീസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സിന് മൂൺസ് അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ടായിരിക്കുന്നത് പോലെ കോമറ്റ്സിന് ഒരിക്കലും നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ടായിരിക്കില്ല. അതുപോലെ റിങ്സും ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സോളാർ സിസ്റ്റത്തിന്റെയും പ്ലാനറ്റ്സിന്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റീരിയർ ഓഫ് എർത്ത് ആണ്. ഇന്റീരിയർ ഓഫ് എർത്ത്. എർത്തിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കെമിക്കലി എർത്തിന്റെ ഇന്റീരിയറിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ മെക്കാനിക്കലി എർത്തിന്റെ ഇന്റീരിയറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കലി നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ലിക്വിഡ് സ്റ്റേറ്റ്സ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മീസോസ്ഫെറിക് മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ എന്നെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കെമിക്കലി വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിലാണ് എർത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക. നമ്മൾ കെമിക്കലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 3 പോർഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ക്രസ്റ്റ്, ഇന്നർ മാന്റിൽ ആൻഡ് കോർ. ഈ ഒരു 3 രീതിയിലായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ മെക്കാനിക്കലി ആണെങ്കിൽ നമുക്ക് ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, അതുപോലെ തന്നെ മീസോസ്ഫിയർ, ഡി ലെയർ എന്നൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയായിരിക്കും നമ്മൾ ഈ എർത്തിന്റെ ഓരോ ലെയേഴ്സും അല്ലെങ്കിൽ ഡിവിഷൻസിലേക്കും എത്തുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് 2 സോഴ്സുകളാണ്. ഒന്ന് ഡയറക്റ്റ് സോഴ്സുകളും രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് സോഴ്സുകളും. ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സർഫസ് റോക്കിൽ നിന്നും എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വോൾക്കാനോസ്, ദെൻ മൈനിങ് പ്രോജക്ട്സ്, അതുപോലെ തന്നെ ഡ്രില്ലിംഗ് പ്രോജക്ട്സ്, ഡീപ്പ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്ട്സ്, അതുപോലെ ഇന്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രോജക്ട്സ്. ഇത്തരം ഡയറക്റ്റ് സോഴ്സിലൂടെയാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ഡയറക്റ്റ് സോഴ്സുകളാണ്. ഇൻഡയറക്റ്റ് സോഴ്സുകൾ എന്ന് പറയുന്നത് ആദ്യത്തേത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വേരിയേഷൻ ആണ്. രണ്ടാമത്തേത് സീസ്മിക് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ എർത്ത് പോലുള്ള ആക്ടിവിറ്റീസ്. അതുപോലെ മെറ്ററോറൈറ്റ്സ്, ഗ്രാവിറ്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡ്, ഇവയെല്ലാം ബേസിസിൽ, അതായത് ഡയറക്റ്റ് സോഴ്സിന്റെയും ഇൻഡയറക്റ്റ് സോഴ്സിന്റെയും ബേസിസിൽ നമുക്ക് ഒരു എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബേസിസിൽ നമുക്ക് എർത്തിനെ കെമിക്കലിയും മെക്കാനിക്കലിയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിവിഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് പോകാൻ പോകുന്നത് ഇന്റീരിയർ ഓഫ് എർത്തിലേക്കാണ്. എർത്തിന്റെ ഇന്റീരിയറിനെ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്കൽ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ കാര്യം ഈ നമ്മുടെ എർത്തിന്റെ ഇന്റീരിയറിനകത്തുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയും അതിൻ്റെ എല്ലാം പ്രത്യേകതകളും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കലി എർത്തിനെ മൂന്നാമതായിട്ടാണ് 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പുറത്തെ കവറിങ് എന്ന് പറയുന്നത് ക്രസ്റ്റ്, ഇന്നർ മാന്റിൽ ആൻഡ് കോർ. ഈ ഒരു 3 രീതിയിലായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഒന്നുകൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കെമിക്കൽ ഡിവിഷൻ ഓഫ് എർത്ത്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെക്കാനിക്കൽ ഡിവിഷൻ ഓഫ് എർത്ത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള ക്രസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ഏരിയയിൽ കാണപ്പെടുന്ന ആ ഒരു എർത്തിന്റെ പോർഷനാണ് നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കടലിന് അടിത്തട്ട്, ഇറ്റ്സ് എ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഔട്ടർ ക്രസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിക്നെസ് കൂടുതലായിരിക്കും, ഓഷ്യാനിക് ക്രസ്റ്റിന് തിക്നെസ് കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കോണ്ടിനെന്റൽ ക്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ മേ ബി അതിന് 50 മുതൽ 70 വരെ കിലോമീറ്റർ ആയിരിക്കും അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഓഷ്യാനിക് ക്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ വരെ 40 കിലോമീറ്റർ വരെ മാത്രമേ ചിലപ്പോൾ തിക്നെസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ള പാർട്ട് എന്ന്
റീജിയൻ എന്ന് പറയുന്നത് മൗണ്ടൻ റീജിയൻസ് ആണ്. ഈ മൗണ്ടൻ റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രസ്റ്റിന് തിക്നെസ് വരുന്നത് എന്നതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ക്രസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഔട്ടർ ക്രസ്റ്റും ഇന്നർ ക്രസ്റ്റും. ഔട്ടർ ക്രസ്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 0 കിലോമീറ്റർ ടു 30 കിലോമീറ്ററും ഇന്നർ ക്രസ്റ്റ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ടു 60 കിലോമീറ്ററുമാണ്. ഇതിനിടയിൽ ഈ ഔട്ടർ ക്രസ്റ്റിനും ഇന്നർ ക്രസ്റ്റിനും ഇടയിലായിട്ട് നമുക്ക് ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ കൊണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു ഡീമാർക്കേഷൻ ആണ്, അതായത് കോമ്പോസിറ്റ് ലേയേഴ്സ് തമ്മിലുള്ള ഡീമാർക്കേഷനെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ ഇന്നർ ക്രസ്റ്റും ഔട്ടർ മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയെ നമ്മൾ മൊഹ്റോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്താണ് പറയുന്നത്. അറൌണ്ട് 60 കിലോമീറ്റേഴ്സ് ടു 450 കിലോമീറ്റേഴ്സ് വരെയാണ് അറൌണ്ട് നമുക്ക് ഔട്ടർ മാൻഡിൽ വരുന്നത്. ദെൻ 450 കിലോമീറ്റേഴ്സ് ടു 2400 കിലോമീറ്റർ വരെയാണ് നമ്മുടെ ഇന്നർ മാൻഡിൽ വരുന്നത്. ഔട്ടർ മാൻഡിലും ഇന്നർ മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് പറയുന്ന പേരാണ് എറെപ്പിറ്റി. ദെൻ 2400 കിലോമീറ്റർ ടു 5150 കിലോമീറ്റർ വരെയാണ് നമ്മുടെ ഔട്ടർ കോർ വരുന്നത്. അതിനുശേഷം 6370, അതായത് എർത്തിന്റെ കൃത്യം സെന്റർ പോർഷൻ വരെ 6370 കിലോമീറ്റർ ആണ്. അവിടെ വരെ നമുക്ക് ഇന്നർ കോറാണ് വരുന്നത്. ഇന്നർ മാൻഡിലും ഔട്ടർ കോറും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് ഗുട്ടൻസ്ബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിക്ക് ലെഹ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. ഇനി ഔട്ടർ കോറിനും അല്ലെങ്കിൽ ഔട്ടർ ക്രസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്രസ്റ്റിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രസ്റ്റിൽ താഴേക്ക് അല്ലെങ്കിൽ നമ്മൾ എർത്തിന് അകത്തേക്ക് പോകും തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും, അതായത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും എന്നതാണ്. ഇനി മെക്കാനിക്കലി നമ്മൾ ഈ ഒരു എർത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 100 കിലോമീറ്റേഴ്സ് വരെ ലിത്തോസ്ഫിയറും 100 to 400 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ആസ്തനോസ്ഫിയറും 400 to 2700 കിലോമീറ്റർ വരെ നമുക്ക് മീസോസ്ഫിയറും 2700 കിലോമീറ്റർ ടു 2900 കിലോമീറ്റർ വരെ നമുക്ക് ഡി ലെയറും ദെൻ അതിനുശേഷം ഇന്നർ കോറും ഔട്ടർ കോറുമാണ് വരുന്നത്. ലിത്തോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ സോളിഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറായ അസ്തനോസ്ഫിയർ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്മ കൈൻഡ് ഓഫ് ലെയർ ആയിരിക്കും. ഈ ഒരു ലെയറിലാണ് നമ്മുടെ പ്ലേറ്റിന്റെ ആക്ടിവിറ്റീസ് എല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത്. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് മെസോസ്ഫിയർ ആണ്. മെസോസ്ഫിയറും ഒരു സോളിഡ് ആൻഡ് ബ്രിട്ടിൽ ആയിട്ടുള്ള ലെയർ ആണ്. നാലാമത്തെ ലെയർ എന്ന് പറയുന്നതാണ് ഡി ലെയറും അസ്തനോസ്ഫിയറിനെ പോലെ ഇറ്റ്സ് എ പ്ലാസ്റ്റിക് ലെയർ. അഞ്ചാമത്തേത് ഔട്ടർ കോർ ആണ്. ഔട്ടർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിക്വിഡ്. ഔട്ടർ കോർ ഒരു ലിക്വിഡ് പ്രോപ്പർട്ടീസ് ഇട്ടുള്ള ലെയർ ആണ്. ദെൻ അവസാനത്തേത് ഇന്നർ കോർ ആണ്. ഇന്നർ കോർ ഒരു സോളിഡ് ലെയർ ആണ്. പിന്നീട് ഇതിനകത്ത് പറയാനുള്ളത് എർത്തിന്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കെമിക്കലി വീണ്ടും ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. crust, mantle and core. Okay, ഇതിൽ crust is made up of sial, mantle is made up of zema, core is made up of Nephi. That means crust is made up of silica and aluminium. Mantle is made up of silica and magnesium. Core is made up of nickel and ferrum അല്ലെങ്കിൽ അയൺ. ഇത്തരം മൂലകങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എർത്തിന്റെ ഇന്റീരിയറിൽ ഓരോ ലെയറിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എർത്തിന്റെ ഇന്റീരിയർ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുകയാണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്.